നമുക്ക് ചുറ്റും കാടുകളുണ്ട്, പുഴകളുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിലെ അടുക്കള ഭരിക്കുന്ന ഒരു സിംഹമുണ്ട്. അതാണ് ദ കാറ്റ്, അല്ലെങ്കിൽ നമ്മൾ സ്നേഹമായി വിളിക്കുന്ന കാന്താരി, അല്ലെങ്കിൽ പൂന, അതും അല്ലെങ്കിൽ പൂനാച്ചി. ചരിത്രം പറയുന്നത് പണ്ട് കാലത്ത് ഇവർ പുലികളും സിംഹങ്ങളുമായിരുന്നു എന്നാണ്. പക്ഷേ കാട്ടുജീവിതം മടുത്തപ്പോൾ ഫ്രീ ആയി മീൻകറിയും പാലും കിട്ടാൻ വേണ്ടി ഇവർ മനുഷ്യന്റെ കൂടെ കൂടി. എവല്യൂഷന്റെ ഒരു മാസ്റ്റർ സ്ട്രോക്ക്. ഓ പിന്നെ ഞാൻ ഇവിടെ വന്നത് നിങ്ങളെ ഉദ്ധരിക്കാനാണ്. ആ മീൻചട്ടി അങ്ങോട്ട് നീക്ക്, എന്നിട്ട് കാര്യം പറ. പൂച്ചകളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് പ്രണയം. മനുഷ്യർ ലവ് ലെറ്റർ കൊടുക്കും, വാട്സപ്പിൽ മെസ്സേജ് അയക്കും. പക്ഷെ പൂച്ചകൾ രാത്രി 2 മണിക്ക് അടുത്ത വീട്ടിലെ മതിലിന്റെ മുകളിൽ ഇരുന്ന് കച്ചേരി പാടുകയാണ് ഇവരുടെ സ്റ്റൈൽ. ഇത് കേൾക്കുന്നവർക്ക് തോന്നും ഇവർ തമ്മിൽ തല്ലൂടുകയാണെന്ന്. പക്ഷെ അല്ല, ഇത് സ്നേഹപ്രകടനമാണ്. മ്യാവൂ എന്ന് പറഞ്ഞാൽ ഐ ലവ് യു എന്നും, മിയായാവോ എന്ന് നീട്ടിക്കരഞ്ഞാൽ നോക്കടാ അവൻ എന്റെ ഏരിയയിൽ വന്ന് മീശ പിരിക്കുന്നു. ഇന്നലെ ഞാൻ മാർക്ക് ചെയ്ത പോസ്റ്റിൽ അവൻ വന്ന് ചെക്ക് ഇൻ ചെയ്തു. ഇത് ഞാൻ വിട്ടുകൊടുക്കില്ല. ഈ സൗന്ദര്യ ലഹരി തീരുന്നത് നമ്മളൊരു ബക്കറ്റ് വെള്ളം എടുത്ത് ഒഴിക്കുമ്പോൾ മാത്രമാണ്. The wedding is cancelled. അങ്ങനെ ആഘോഷങ്ങൾക്ക് ശേഷം കുഞ്ഞുണ്ണികൾ ഉണ്ടാവുന്നു. ലോകത്തിലെ ഏറ്റവും ക്യൂട്ടായ വസ്തു, ഒരു പിടി പഞ്ഞിമിഠായി പോലെ. തള്ളപ്പൂച്ച ഒരു Z കാറ്റഗറി സെക്യൂരിറ്റി സിസ്റ്റം പോലെയാണ്. മക്കൾ കൈ അവള് കടിച്ചു പറിക്കും. മക്കളെ, അമ്മ പറഞ്ഞിട്ടില്ല ആ 2 കാലുള്ള ഹ്യൂമൻസിനെ വിശ്വസിക്കരുതെന്ന്. അവരുടെ കയ്യിൽ ക്യാമറ എന്നൊരു സാധനമുണ്ട്. അത് കണ്ടാ ഉടനെ ഉറങ്ങാൻ കിടന്നോളണം. അവർ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റയിലിടും. നമുക്ക് ഫോളോവേഴ്സ് കൂടും. ഈ ക്യൂട്ട് കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ പിന്നീട് വീട്ടിലെ കൾട്ടൻ, സോഫ, കാർപ്പറ്റ് ഇതൊന്നും നമുക്ക് സ്വന്തമല്ല. എല്ലാം അവർക്ക് നഖം കൂർപ്പിക്കാനുള്ള ക്രാച്ച് പാഡ് മാത്രമാണ്. ഒരു പൂച്ചയുടെ ദിവസം എങ്ങനെയാണ്? സയന്റിഫിക് ആയി പറഞ്ഞാൽ 24 മണിക്കൂറിൽ 18 മണിക്കൂർ ഉറക്കം, 4 മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി റെഡിയാവുന്ന സമയം, ബാക്കി 2 മണിക്കൂർ ഭക്ഷണം. നിങ്ങൾ 500 രൂപ കൊടുത്ത് കാറ്റ് ബെഡ് വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ പൂച്ച കിടക്കുന്നത് 10 രൂപയുടെ ആമസോൺ കാർഡ്ബോർഡ് ബോക്സിലായിരിക്കും. അതവന്റെ അഹങ്കാരം. എടാ മനുഷ്യ, ആ ഡോർ ഒന്ന് തുറക്ക്, ഞാനൊന്ന് പുറത്തു പോവട്ടെ. വേണ്ട, ഞാൻ പുറത്തു പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. നീ ഡോർ അടക്കണ്ട, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇവർക്കില്ലാത്തതുകൊണ്ട് നമ്മൾ പല രാത്രികളിൽ വാതിൽ തുറന്നു പിടിച്ചു നിൽക്കുന്നത്. ഇനി നമുക്ക് അവസാനമായി മരണത്തിന്റെ കാര്യം സംസാരിക്കാം. പൂച്ചകൾ മരിക്കുവോ? ശാസ്ത്രം പറയുന്നത് പൂച്ചയ്ക്ക് 9 ജീവനുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് 2ാം നിലയിൽ നിന്ന് വീഴുന്ന പൂച്ച സൂപ്പർമാനെ പോലെ ലാൻഡ് ചെയ്തിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ നടന്നു പോകുന്നത്. ഒരു പൂച്ച മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? അവൻ മരിക്കുകയല്ല, അവൻ മീൻ ലോക എന്ന ഒരു പാരലൽ യൂണിവേഴ്സിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണ്. 9 ജീവനൊന്നുമില്ല മാഷേ, ഞങ്ങൾ ബാലൻസ് ചെയ്യാൻ മിടുക്കന്മാരാണ്. പിന്നെ നിങ്ങളുടെ കാലിന്റെ ഇടയിൽ കയറി ട്രിപ്പാക്കി വീഴ്ത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെ എവിടെയും കിട്ടില്ല. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, പൂച്ചകൾ മാഞ്ഞു പോയാലും അവരുടെ മ്യാവും നമ്മുടെ മനസ്സ് മാത്രമല്ല നമ്മുടെ വീട്ടിലെ സോഫയിലും ഒരു പോറലായി എന്നും ഉണ്ടാകും. നന്ദി, നമസ്കാരം. ഈ ഡോക്യുമെന്ററി കണ്ടതിനു ശേഷം നിങ്ങളുടെ വീട്ടിലെ പൂച്ചയെ നിങ്ങൾ ബഹുമാനമായി ഒന്ന് നോക്കുക. അവൻ നിങ്ങളെ നോക്കി ചിരിക്കുകയല്ല, അവൻ നിങ്ങളെ ജഡ്ജ് ചെയ്യാണ്. മതിയടാ പറഞ്ഞത്, പോയി ആ മീൻ പൊരിച്ചെടുക്ക്. ഓക്കെ ബോസ്.